പൂര വിളംബരത്തിനായി നെയ്തലക്കാവിലമ്മ പുറപ്പെട്ടു. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറന്നിടുന്നതോടെയാണ് പൂരത്തിന് വിളംബരമാകുന്നത്. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് ഇത്തവണയും നെയ്തലക്കാവിലമ്മയുടെ തിടം വേറ്റുന്നത്. നാളെ ഘടകപൂരങ്ങളുടെ വരവിനായാണ് തെക്കേ ഗോപുര നട തുറന്നിടുന്നത്. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം സാമ്പിൾ വെടിക്കെട്ട് ഒരു കതിന വെച്ച് പ്രതീകാത്മകമായി മാത്രമാണ് നടത്തിയത്. നെയ്തലക്കാവിൽ നിന്ന് നടരാജ് പരശുരാം ചേരുന്നുണ്ട്. നടരാജ്, പൂര വിളംബരത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെ ചടങ്ങുകൾ നടക്കുന്നു? നെയ്തലക്കാവിലമ്മ പുറപ്പെട്ടു കഴിഞ്ഞു. അല്പസമയം മുമ്പ് ക്ഷേത്രത്തിൽ പൂജാവിധികളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടാണ് നെയ്തലക്കാവിലമ്മ മെല്ലെ പുറപ്പെട്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, ദേശത്തിലൂടെ നടന്ന് വരികയാണ് കൊമ്പൻ എറണാകുളം ശിവകുമാർ. ഇത്തവണയും എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവിലമ്മയുടെ തിടം പേറ്റുന്നത്. ശക്തൻ തമ്പുരാൻ ചിട്ടപ്പെടുത്തിയതാണ് തൃശ്ശൂർ പൂരം, നമുക്കറിയാം. അതുപ്രകാരം അദ്ദേഹത്തിന്റെ പരദേവതയായ നെയ്തലക്കാവിലമ്മ തൃശ്ശൂർ പൂരത്തിന്റെ വിളംബര ചടങ്ങ് നടത്തണമെന്നാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി ദേവനെ വണങ്ങിയ ശേഷം ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിലൂടെയാണ് നെയ്തലക്കാവിലമ്മ പുറത്തേക്ക് വരിക. തെക്കേ ഗോപുര നട തുറക്കുന്ന അപൂർവ അവസരങ്ങളിൽ ഒന്നാണ് ഇത്. സ്വാഭാവികമായും നെയ്തലക്കാവിലമ്മയ്ക്ക് വേണ്ടി കൊമ്പൻ ശിവകുമാർ, എറണാകുളം ശിവകുമാറാണ് ഇത്തവണയും ഇത്തരത്തിൽ തെക്കേ ഗോപുര തുറക്കുന്ന ചടങ്ങ് നടക്കുക. അതിനായി ദേശത്ത് നിന്നും പുറപ്പാട് വരുന്നതാണ് കാണുന്നത്. താള വേള വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇത്തവണയും ദേവിയുടെ എഴുന്നള്ളത്ത്. ഇവിടെ ത്രിപുട താളത്തിലുള്ള മേളം കൊട്ടിക്കൊണ്ട് വരുന്നത് നമുക്ക് കാണാം. ദേശക്കാരുണ്ട്, മറ്റ് നിരവധി പേരുണ്ട്. ഇവരുടെയൊക്കെ കൂടി അകമ്പടിയോടുകൂടി നെയ്തലക്കാവിലമ്മ വടക്കുംനാഥനിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പൂര വിളംബര ചടങ്ങ് കാലങ്ങളായി പൂര വിളംബര ചടങ്ങിന് വലിയ രീതിയിലുള്ള ഒരു പ്രശസ്തി ലഭിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ ഈ തെക്കേ ഗോപുര നട തുറക്കുന്ന ചടങ്ങ് കാണാൻ വേണ്ടി തൃശ്ശൂർ നഗരത്തിൽ എത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് 11 മണിയോടുകൂടിയായിരിക്കും പൂര വിളംബര ചടങ്ങ് നടക്കുക എന്നുള്ളതാണ്. തെക്കേ ഗോപുര നട തുറന്നതിന് ശേഷം നെയ്തലക്കാവിലമ്മ താഴെ ഇറങ്ങി തിരിച്ച് ശ്രീമൂലസ്ഥാനത്തെത്തി 3 തവണ ശംഖ് മുഴക്കുന്നതോടുകൂടിയാണ് പൂര വിളംബര ചടങ്ങ് പൂർത്തിയാവുന്നത്. തൃശ്ശൂരിന്റെ പൗരാവലിയിൽ ആകെ ഇവിടെ ഉണ്ട്. ഇവിടെ ഡെപ്യൂട്ടി മേയർ പ്രസാദിനെ കാണാം. പൂര വിളംബര ചടങ്ങ് നടക്കുകയാണ്. ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ കാലങ്ങളായി താങ്കൾ ഈ ചടങ്ങുകൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? നമുക്കറിയാം, ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. എറണാകുളം ശിവകുമാറിൻ്റെ മുകളിൽ നെയ്തലക്കാവമ്മ എഴുന്നള്ളുകയാണ്. തെക്കേ ഗോപുര നട 10-11 തുറന്ന് പൂരച്ചടങ്ങുകൾ തുടക്കം കുറിക്കുകയാണ്. എന്തായാലും തൃശ്ശൂർ പൂരാവേശത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ നിരവധി ആളുകൾ, നിരവധി ദേശക്കാരൊക്കെയുണ്ട്. ഇപ്പോൾ ഞാൻ കാണുന്നത് വൈശാഖിനെയാണ്. വൈശാഖ് ഇത്തവണ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. വൈശാഖ്, എങ്ങനെയാണ് പൂരം ഇത്തവണ? പൂരത്തിന്റെ കേളികൊട്ട് ഇവിടെ തുടങ്ങുകയാണ്. നെയ്തലക്കാവ് എഴുന്നള്ളിപ്പാണ് ആദ്യത്തെ ചടങ്ങ്. ഇനി നേരെ പോയി തെക്കേ ഗോപുര നട തുറക്കുന്നതോടുകൂടി തൃശ്ശൂര് പൂർണ്ണമായി പൂരലഹരിയിലേക്ക് പോവുകയാണ്. വളരെ ദുഃഖത്തിന്റെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പൂരം നമ്മളെ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ അത് പൂരം എപ്പോഴും മുഴിക്കുന്നത് വെടിക്കെട്ടോട് കൂടിയാണ്. അപ്പോൾ ആ വെടിക്കെട്ട് ഇല്ല. അതിനേക്കാൾ ഉപരി ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് 15ഓളം ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും കുറ്റമറ്റ രീതിയിൽ വെടിക്കെട്ട് വരകൾ സ്ഥാപിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പൂര കമ്മിറ്റി, ആഘോഷ കമ്മിറ്റിയുടെ അംഗമുണ്ട്. എങ്ങനെയാണ് ഈ ചടങ്ങുകളൊക്കെ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വലിയ പിടിയില്ല. ഞാനിപ്പോൾ ആദ്യം ഫസ്റ്റ് ടൈം കമ്മിറ്റിക്ക് സംസാരിക്കും. എങ്ങനെയാണ് ഇനിയുള്ള ചടങ്ങുകൾ? ചടങ്ങ് ഇവിടെ നിന്ന് നെയ്തലക്കാവിലമ്മ പോയി നമ്മുടെ ഷൊർണൂർ റോഡ് വഴി തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൂടെ പോയിട്ട് പാർമേക്കാവ് വശം മുമ്പിലേക്ക് കയറി തെക്കേ നട വഴി നമ്മുടെ മണികണ്ഠനാലിന്റെ അവിടെ നടരാജ്, എന്തായാലും വളരെ ആവേശപൂർവ്വം തന്നെ പൂര ആഘോഷങ്ങൾക്കൊക്കെ തുടക്കമായിരിക്കുക.